ഒരുപാട് പേർക്ക് പ്ലാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാൻ ഞാൻ വരയ്ക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് വീട് പണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ 7 വർഷമായിട്ട് വാടക വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. ഈ വീട്, ഈ 2 ബെഡ്റൂം വീട് ഞാൻ പ്ലാൻ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഏരിയ വരുന്നത് 658 സ്ക്വയർ ഫീറ്റാണ്. ചെറിയ വീടാണ്, പക്ഷേ ഒരു പ്ലോട്ട് എൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പ്ലോട്ട് അത് കിട്ടിയത് ഇപ്പോഴാണ്. അത് ഇന്ന് ആ സ്ഥലം അളന്നു പോയിട്ട്, അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ഡീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് അതിനകത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പ്ലാനാണ്. ചെറിയൊരു സിറ്റ് ഔട്ട്, ഹാളും ഡൈനിങ്ങും ഒന്നിച്ചാണ് വരുന്നത്. ഒരു കിച്ചൺ, വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല. നമ്മൾ വിറകടുപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഇവിടെ വരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ 2 ബെഡ്റൂം, ഇത് കോമൺ ബാത്റൂം, ഈ ബെഡ്റൂമിനൊരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എലിവേഷനൊക്കെ എങ്ങനെ വരണം എന്നൊക്കെ നോക്കി നമ്മൾ വരച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇതുപോലൊരു എലിവേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷേ പിന്നീട് അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. മിക്കവാറും ഇങ്ങനെയായിരിക്കും ചെയ്യുക. നമ്മൾ ഒറ്റ നിലയായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീട് ഇങ്ങനെയായിരിക്കും ചെയ്യുക, എലിവേഷൻ ഇങ്ങനെയായിരിക്കും വരിക. അതല്ല ഇനിയിപ്പോൾ അപ്സ്റ്റെയർ എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തുകൂടെ ഇവിടെ കൂടെ സ്റ്റെയർ വെച്ചിട്ട് ചിലപ്പോൾ അപ്സ്റ്റെയർ നമ്മൾ എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ട് വാർക്കുക ചെയ്യുക. അപ്സ്റ്റെയർ ഇപ്പോൾ എടുക്കില്ല കേട്ടോ, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനുള്ളൊരു പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതനുസരിച്ചാണ് ചെയ്യുന്നത്. തൽക്കാലം കയറി താമസിക്കാനുള്ളൊരു പ്ലാൻ. അത്യാവശ്യം നമ്മൾ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സ്പേസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഫർണിച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡ് സൈസുള്ളത് ഇട്ട് നോക്കിയപ്പോൾ ഇത്ര സ്പേസ് കിട്ടുന്നുണ്ട്.